നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ നഗരത്തിൽ 1324ഓളം തെരുവ് നായ്ക്കൾക്ക് വന്ധ്യകരണം നടത്തിയതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പറഞ്ഞു. വെയിൽസ് ആലം ചുവട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. വെയിൽസ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് മുൻ MLA സലാം ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ നഗരത്തിൽ 1324ഓളം തെരുവ് നായ്ക്കൾക്ക് വന്ധ്യംകരണ വാക്സിനേഷൻ നടത്തിയതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പറഞ്ഞു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ നഗരത്തിൽ 1324ഓളം തെരുവ് നായ്ക്കൾക്ക് വന്ധ്യംകരണ വാക്സിനേഷൻ നടത്തിയതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. 19 തീയതി വരെ മാർച്ച് 19 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ വാക്സിനേഷൻ നടത്തി. ഏകദേശം 1324 നായ്ക്കളെ നമ്മൾ വന്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പൊ അടുത്ത നടപടിക്രമം എന്ന് വെച്ചാൽ നമ്മൾ വന്ധീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇലക്ഷന്റെ ഒരു തിരക്കിലായതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ വന്ധീകരണമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ നായ്ക്കൾക്കും വീട്ടിൽ വളർത്തു നായ്ക്കൾക്കും എല്ലാം നമ്മൾ ലൈസൻസ് കൊടുക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ട് അതിനൊരു പട്ടിക ബാഡ്ജ് കൊടുത്ത് അതേ രീതിയിൽ പ്രവർത്തനം നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ വാക്സിനേഷൻ നടത്തിയ പട്ടികളെ നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂടുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിന് ശേഷവും തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുന്ന നടപടികളുമായി ആലപ്പുഴ നഗരസഭ മുന്നോട്ടു പോകും. മാത്രമല്ല, നഗരത്തിലെ വീടുകളിൽ വളർത്തുന്ന വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകുന്ന നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നും നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. കൂടാതെ പ്രത്യേകതരം ബാഡ്ജും വളർത്തുനായ്ക്കളുള്ള വീടുകൾക്ക് നൽകുമെന്നും നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് കൂട്ടിച്ചേർത്തു. നിലവിൽ തെരുവിലലയുന്ന നായ്ക്കളെ പാർപ്പിക്കാൻ തക്ക ഷെൽട്ടറുകൾ നഗരത്തിലില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും അതിനായുള്ള പരിഹാര മാർഗവും നഗരസഭ തേടുമെന്നും മോളി ജേക്കബ് പറഞ്ഞു. വെയിൽസ് ആലം ചുവട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. വെയിൽസ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് സലാം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് ഇത്രയും വിപുലമായ നിലയിലേക്കൊരു ടൂർണമെന്റ് ആദ്യമായിട്ടാണ് ഇതിന്റെ ഭാരവാഹികൾ ഇതുപോലെ തയ്യാറാക്കിയത്. ആദ്യ സമയത്ത് അവർ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ എല്ലാ പിന്തുണയും, ഏത് പ്രദേശത്ത് ഇതുപോലെയുള്ള കാര്യം നടന്നാലും പിന്തുണയ്ക്കാൻ അങ്ങേയറ്റം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇന്ന് മുതൽ 5 ദിവസക്കാലമാണ് ഈ ടൂർണമെന്റ് ഇവിടെ നടത്തുന്നത്. ഏറ്റവും മികവോടെ നമ്മുടെ ഈ പ്രോഗ്രാം നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കളി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായ ഒരു ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ ഇതിനിടയിൽ ഇവിടെ വെച്ചത്. അതുകൊണ്ട് കളി മുന്നോട്ട് പോകാൻ വേണ്ടി സ്പോർട്സ് ലഹരിയായി മാറ്റിയ വെയിൽസ് ആലം ചുവടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ തീരദേശത്ത് വെയിൽസ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് സലാം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വരെ നീളുന്ന ടൂർണമെന്റിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 21 ടീമുകൾ മാറ്റുരയ്ക്കും. കായിക മേഖലയിൽ കരുത്തുറ്റ തലമുറയെ വാർത്തെടുക്കാൻ മണ്ഡലത്തിൽ സമഗ്രമായ പദ്ധതികളാണ് താൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതെന്ന് സലാം പറഞ്ഞു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപ ചെലവിൽ അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചുവെന്നും 1 കോടി രൂപ ചെലവിൽ അറവുകാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനും ഉടൻ തുടക്കമാകുമെന്നും സലാം കൂട്ടിച്ചേർത്തു. വെയിൽസ് ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി വിനു വേണുഗോപാൽ, ജോമോൻ ജോൺസൺ, M റിജാസ്, ഷിബു, ജോൺ ഡി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. നെല്ല് സംഭരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പാടങ്ങളിലെ നെല്ല് സംഭരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി.
നെല്ല് സംഭരണത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കളക്ടറുടെ ചേംബറിൽ ചേർന്ന ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. നെല്ലിന്റെ ഗുണനിലവാരം പരിശോധന കൃത്യമായി നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സംഭരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കളക്ടർ ഉദ്യോഗസ്ഥരെ നിർദ്ദേശിച്ചു. സംഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിച്ച് നടപടികൾ പൂർത്തിയാക്കണമെന്നും കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ VP സിന്ധു, സംസ്ഥാന പാഡി മാനേജർ സീനു ജോസഫ്, അസിസ്റ്റന്റ് പാഡി മാനേജർ സമീർ മുഹമ്മദ്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആനി മാത്യു, പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാരായ S പ്രമോദ്, T അനിമോൾ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ജോസഫ് റഫിൻ ജഫ്രി, NG വ്യാസ്, മറ്റുദ്യോഗസ്ഥർ എന്നിവരും കളക്ടറുടെ യോഗത്തിൽ സംബന്ധിച്ചു. ആലപ്പുഴ നഗരസഭാ കൗൺസിലിന്റെ അനുമതിയില്ലാതെ ബീച്ചിൽ നടത്തിയ കാർണിവലിന് പിഴ ചുമത്തി ആലപ്പുഴ നഗരസഭ. വ്യാഴാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. 2 ലക്ഷം രൂപ പിഴ ഈടാക്കാനാണ് കൗൺസിലിന്റെ തീരുമാനം. ആലപ്പുഴ നഗരസഭാ കൗൺസിലിന്റെ അനുമതിയില്ലാതെ അനധികൃതമായി നഗരസഭയുടെ സീൽ ചെയ്ത ടിക്കറ്റ് ഉപയോഗിച്ച് ബീച്ചിൽ കാർണിവൽ നടത്തിയതിന് നഗരസഭ 2 ലക്ഷം രൂപ പിഴ ചുമത്തി. വ്യാജ ടിക്കറ്റ് ഉപയോഗിച്ചതിന് ആലപ്പുഴ സൗത്ത് പോലീസിൽ നഗരസഭാ സെക്രട്ടറി പരാതി നൽകിയതായും നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബും സെക്രട്ടറി സനിൽ ശിവനും വ്യാഴാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തെ അറിയിച്ചു. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി ഏപ്രിൽ 16 വരെ പഴയ കടൽപ്പാലത്തിന് വടക്കുവശം സജ്ജീകരിച്ചിരിക്കുന്ന കാർണിവൽ നടത്തുന്നതിനും കൗൺസിൽ യോഗം അനുമതി നൽകി. ബീച്ചിൽ നടത്തുന്ന പരിപാടികളിൽ തുറമുഖ വകുപ്പ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ ഇനി മുതൽ ബീച്ചിൽ നടക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കാർണിവൽ നടത്തിപ്പുകാരുടെ പക്കൽ നിന്നും 2 ലക്ഷം രൂപ സെക്യൂരിറ്റി തുക ഈടാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ, എഞ്ചിനീയർ ഷിബു നാലപ്പാട്ട്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM നൌഫൽ, C ജ്യോതിമോൾ, S ഫൈസൽ, മായ രാജേന്ദ്രൻ, രശ്മി സനിൽ, കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് RR ജോഷിരാജ്, VG വിഷ്ണു, കൗൺസിലർമാരായ R അംജിത് കുമാർ, K നൂറുദ്ദീൻ കോയ, TR രാജേഷ്, KK ജയമ്മ, PK ഫൈസൽ, ബേബി ലൂയിസ്, MK നിസാർ, AS കവിത എന്നിവർ സംസാരിച്ചു. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. ആലപ്പുഴ ബീച്ചിന് സമീപം ഫോമിൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ ബീച്ചിന് സമീപം ഫോമിൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥ മീര ഉദ്ഘാടനം ചെയ്തു. അവസാന നിമിഷം കാലഘട്ടത്തിന്റെ സമയത്ത് പോലും അച്ഛനെ അമ്മയും പോലും കിട്ടാൻ പറ്റത്തില്ല. എന്നെ നേരെ മറിച്ച് അന്ന് അവരത് ആസ്വദിച്ചിരുന്നു. അന്ന് അവരെല്ലാവരും ഒന്നിച്ച് എല്ലാവർക്കും തിരക്കുകളായിട്ട് നടക്കാൻ ആസ്വദിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട്. രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ ഒരു ടൈം ടേബിൾ പോലെയാണ് എല്ലാവരുടെയും ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു ആഘോഷങ്ങൾ, എന്ത് വിവാഹമായാലും ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ആയാലും അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ മീറ്റിംഗ്സ് ആയാലും എല്ലാം ഒരു പ്രൊഫഷണൽ രീതിയിൽ അത്യാധുനികമായി നടത്തണം എന്ന ചിന്താഗതിയുള്ളവരാണ്. ആർക്കും സ്വന്തമായിട്ട് എന്താ പറയാ, എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരോടും സംസാരിച്ച് നല്ല സമയം ചെലവിടുക. ഏറ്റവും അവസാനം പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊന്നും കൂടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോടൊന്നും മിണ്ടാൻ പറ്റിയില്ല എന്നൊരു സങ്കടമായിരുന്നു. എന്നാൽ നേരെ വെച്ച് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയാമോ? നിങ്ങളെ പോലെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിലേക്ക് ഞങ്ങളെ വിട്ടു തരും അല്ലേ? ഇന്നത്തെ തലമുറ ഏറ്റവും ചെയ്യുന്ന അതാണ്. കാരണം അത്രയ്ക്ക് വിശ്വാസമാണ്. ആരെ വിശ്വാസം? കാറ്ററിംഗ് സർവീസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണ്ടത്തെ ഇതിൽ നിന്ന് വളരെയധികം മാറ്റം ഈ സർവീസ് ഉള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് വളരെയധികം അവരെന്ത് ചെയ്യും, വളരെയധികം നന്നായി ശുചിത്വത്തോടെയും അതേപോലെ തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പരമാവധി നന്നായിട്ട് അവരുടെ ബിസിനസ് നടത്താൻ അവർ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബ്രൈറ്റ് സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MK ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എലിയാസ് സക്കറിയ, മുഖ്യ രക്ഷാധികാരി VK വർഗീസ്, രക്ഷാധികാരി പ്രിൻസ് ജോർജ്, ട്രഷറർ MJ താഹ, വൈസ് പ്രസിഡന്റ് KK കബീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ നഗരത്തിൽ 1324ഓളം തെരുവ് നായ്ക്കൾക്ക് വന്ധ്യകരണം നടത്തിയതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പറഞ്ഞു. ബെയിൽസ് ആലം ചുവട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. ബെയിൽസ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് മുൻ MLA സലാം ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കളക്ടറുടെ ചേംബറിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.